ഇനി എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പൊ നമ്മള് LP, UPക്ക് വേണ്ടിയുള്ള മാത്സിന്റെ പാർട്ടാണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പൊ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും പിന്നെ ഇനി ചോദിക്കാൻ ഇടയുള്ള ക്വസ്റ്റ്യൻസും സിലബസ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കണേ. ഇന്നത്തെ സിലബസ് എന്ന് പറയുന്നത് സംഖ്യകൾ എന്നുള്ളതാണ്. അതായത് ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ, ഭാജ്യസംഖ്യ, അഭാജ്യസംഖ്യ ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 100 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. അപ്പൊ പ്രീവിയസ് ഇയറിൽ ചോദിച്ചത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതില്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത്? അഭാജ്യ സംഖ്യയിലെ ഏറ്റവും ചെറുത് ഏതാണ്? 2 ആണ് കേട്ടോ. 1 ആണെന്ന് വിചാരിക്കരുത്. 1 അഭാജ്യമോ ഭാജ്യമോ അല്ല. അപ്പൊ അഭാജ്യ സംഖ്യകളിൽ ഏറ്റവും ചെറുത് ഏതാണ്? 2. വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അഭാജ്യ സംഖ്യകളിൽ ഇരട്ട സംഖ്യ ഏത്? ഒരേ ഒരു ഇരട്ട സംഖ്യ അഭാജ്യ സംഖ്യകളിലുള്ളൂ, അത് 2 ആണ്. ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യകള് ഒറ്റ സംഖ്യകളാണ് കേട്ടോ. നെക്സ്റ്റ്, അപ്പൊ അതിന്ന് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അഭാജ്യ സംഖ്യകളില് ഏതാണ് ചെറിയ ഒറ്റ സംഖ്യ? ഒറ്റ സംഖ്യ അഭാജ്യ സംഖ്യകളിൽ ചെറിയ ഒറ്റ സംഖ്യ എന്ന് ചോദിച്ചാൽ ഏതാണ്? 3 ആണ്. അഭാജ്യ സംഖ്യകളിൽ ചെറിയ ഇരട്ട സംഖ്യ എന്ന് ചോദിച്ചാൽ 2 ആണ്. അഭാജ്യ സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാലും 2 ആണ്. അപ്പൊ ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ കിട്ടി കണ്ടോ. അതേപോലെ അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ പറയാൻ പോണത് കേട്ടോ. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഒന്നും ആ ഒരു സംഖ്യയും മാത്രമേ ഘടകമായിട്ടുള്ളൂ എന്ന് വന്നിട്ടുണ്ടെങ്കിലാണ് അതിനെ അഭാജ്യ സംഖ്യ എന്ന് പറയാ. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ പറ്റാത്തത്, അതായത് വേറെ ഫാക്ടേഴ്സ് ആയി എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് അഭാജ്യ സംഖ്യ. ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ പറ്റും എന്നുള്ളത്, അതായത് ഫാക്ടേഴ്സ് ആയി എഴുതാൻ പറ്റും, പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏത്? ഭാജ്യസംഖ്യ. അപ്പൊ മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ ഏത്? ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന്. ദാ 3 ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ. നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം, 1 അഭാജ്യമോ ഭാജ്യമോ അല്ല. അത് തെറ്റരുത്. 1 അഭാജ്യമോ ഭാജ്യമോ അല്ല. അപ്പോ ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ എന്ന് ചോദിച്ചാൽ 3 എന്ന് എഴുതണം. ഇരട്ട അഭാജ്യ സംഖ്യ 2 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1നും 100നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ ഏത്? 1നും 10നും ഇടയിൽ, 1നും 10നും ഇടയിൽ ഏതൊക്കെയാണ്? 1 കഴിഞ്ഞാൽ പിന്നെ ഏതാണ് അഭാജ്യ സംഖ്യ? 1 ഇല്ല. 1 അഭാജ്യമല്ലല്ലോ. 1 അഭാജ്യമല്ല. പിന്നെ ഏതാണ്? 2 ആണ് അല്ലെ? ആദ്യത്തെ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ 2 കഴിഞ്ഞാൽ പിന്നെ എന്താണ്? 3 ആണ് പിന്നത്തെ. പിന്നെ 5, പിന്നെ 7, പിന്നെ എന്താണ്? പിന്നെ ഏതെങ്കിലും വരുമോ? 9 വരില്ല. കാരണം എന്താണ്? 9 എന്ന് പറയുന്നത് 3 × 3 ആണ്. അങ്ങനെ എഴുതാൻ പറ്റും അല്ലെ? അപ്പൊ 9 വരില്ല. ഇനി പിന്നെ 11 ആണ് വരിക. പക്ഷെ നമ്മൾക്ക് ഇവിടെ ചോദിച്ചത് 1നും 10നും ഇടയിലാണ്. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണാണ് ഉള്ളത്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇരട്ട സംഖ്യകളിൽ ആകെ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ അഭാജ്യമായിട്ട്. ഏതാണ്? ഇരട്ട സംഖ്യകളിലെ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1നും 20നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? നിങ്ങൾക്ക് അറിഞ്ഞു വെക്കണത് നല്ലതാണ്. കാരണം നമുക്ക് ചെയ്ത് വരുമ്പോ നമുക്ക് നേരം എടുക്കും. അപ്പൊ നമുക്ക് ആദ്യമേ നമുക്ക് അറിയാമെങ്കിൽ വേഗത്തിൽ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, 2 എഴുതും. 2 കഴിഞ്ഞാൽ 3, 5, 7, പിന്നെ എന്താണ്? 9 ഇല്ല. 11, പിന്നെ എന്താണ്? 13, 15 ഇല്ല. കാരണം എന്താണ്? 3, 5, 15 ഇല്ല. പിന്നെ എന്താണ്? 17 വരും. പിന്നെ 19 വരും. ഇത്രയാണ് വരിക. അപ്പൊ എത്ര എണ്ണാണ്? 2, 4, 6, 8 എണ്ണം. അപ്പൊ 1നും 20നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ട്? 8 എണ്ണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 50നും 60നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ ഏതെല്ലാം? 50 കഴിഞ്ഞാൽ 51 ഉണ്ടോന്ന് വിചാരിക്കും നിങ്ങള്. പക്ഷെ 51 പറ്റില്ല. കാരണം എന്താണ്? 5 1 6 അപ്പൊ 3 പോവും അല്ലെ? അപ്പൊ 51 പറ്റില്ല. ഇനി 52 എന്ന് പറഞ്ഞാൽ ഈവണായി.
അതായത് ഇരട്ട സംഖ്യയായി. അപ്പൊ പിന്നെ 52 പറ്റില്ല. ഇനി 53 നോക്കി നോക്കൂ. 53-ല് ഒന്നും പോവില്ല. അപ്പൊ അത് അഭാജ്യ സംഖ്യയാണ്. 54 പറ്റില്ല, ഈവൺ ആണ്, ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ ആവുമ്പോ എന്തായാലും 2 പോവുമല്ലോ, 2 ഫാക്ടർ ആണല്ലോ. അപ്പൊ പിന്നെ 54 പറ്റില്ല. പിന്നെ 55 5 പോവും. 56-ല് 2 പോവും. 57-ലോ 57-ല് ഏതാണ് പോവുക നോക്കൂ. 7ഉം 5ഉം 12, അപ്പൊ 3 പോവും അല്ലെ. അപ്പൊ 57 അല്ല, 58 ഈവൺ ആണ്. 59 പ്രൈം ആണ്. അപ്പൊ ഏതൊക്കെയാണ് വരിക? 53ഉം 59ഉം രണ്ടെണ്ണാണ് വരിക കേട്ടോ. 50-നും 60-നും ഇടയിലുള്ള അഭാജ്യ സംഖ്യ. അപ്പൊ നിങ്ങൾ നോക്കണം, ഏതെങ്കിലും ഫാക്ടർ ആയിട്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് അഭാജ്യ സംഖ്യയാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നെക്സ്റ്റ്, ഒന്ന് അഭാജ്യ സംഖ്യയാണോ? അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് ഭാജ്യമോ അഭാജ്യമോ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ഏത്? ഭാജ്യസംഖ്യ. അപ്പൊ ഏറ്റവും ചെറുത് ഏതാണ്? 1 ഭാജ്യമോ അഭാജ്യമോ അല്ല. 2 ഏറ്റവും ചെറിയ ഏതാണ്? അഭാജ്യസംഖ്യയാണ്. 3 ഏറ്റവും ചെറിയ ഏതാണ്? ഒറ്റ അഭാജ്യസംഖ്യയാണ്. ഇനി 4 എന്താണ്? 4 കോമ്പോസിറ്റ് ആണ്, അതായത് ഭാജ്യാണ്. 4 എന്ന് പറയുന്നത് 2 × 2 എന്ന് എഴുതിക്കൂടെ? പിന്നെ അതായത് 4ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ വരിക? 1 പോവും, 2 പോവും, പിന്നെ എന്താണ്? 4ഉം വരും അല്ലെ. അപ്പൊ 2ഉം കൂടി ഇതിൽ വരും. 1ഉം 4ഉം മാത്രമാണ് വെച്ചെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ 1, 2, 4 എന്നിവ ഘടകങ്ങളായിട്ട് വരും. അപ്പൊ നമുക്ക് എന്താ പറയാം? ഭാജ്യല്ലാന്ന് അല്ല, 1, 2, 4 എന്നിവ ഘടകങ്ങൾ വരും. അപ്പൊ എന്താണ്? ഇത് ഭാജ്യസംഖ്യയാണെന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 91 അഭാജ്യമാണോ? 91 എന്ന് പറയണത് 91-ലെ ഏതാണ് പോവാ? അതായത് 91-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റണത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 7 × 13 ആണ് ഇത് 91 എന്നുള്ളത്. അപ്പൊ അത് അഭാജ്യ സംഖ്യയല്ല, ഭാജ്യസംഖ്യയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 97 അഭാജ്യമാണോ? 97 എന്താണ്? അഭാജ്യാണ്. 97 അഭാജ്യാണ് കേട്ടോ. 1ഉം 97ഉം മാത്രമേ ഘടകങ്ങളുള്ളൂ. 21, 51, 91, 31 ഇവയിൽ അഭാജ്യ സംഖ്യ ഏത്? നോക്കി നോക്കൂ. 21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3, 7, 21 എന്ന് എഴുതാം അല്ലെ. 3ഉം പോവും, 7ഉം പോവും. 5ഉം 1ഉം 6, അപ്പൊ 3 പോവും അല്ലെ. അപ്പൊ ഇതിലും എന്താണ്? അഭാജ്യസംഖ്യ അല്ല, ഭാജ്യസംഖ്യയാണ്. 9, 1, 10. 91-ല് പക്ഷെ 3 പോവില്ല, പക്ഷെ എന്താണ്? 7 പോവും. 7 × 13 ആണ് 91. അപ്പൊ അതും എന്താണ്? ഭാജ്യസംഖ്യയാണ്. അപ്പൊ 31 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഫാക്ടേഴ്സ് ആയി എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കണ്ടേ. 1ഉം ആ സംഖ്യയും മാത്രമേ ഫാക്ടർ ഉള്ളൂ വെച്ചെങ്കിൽ നമുക്കത് ഏതാണെന്ന് പറയാം? അഭാജ്യസംഖ്യയാണെന്ന് പറയാം. മറ്റേതാണെന്ന് വെച്ചെങ്കിൽ എന്താണ്? ഭാജ്യസംഖ്യയാണ്. 2 അഭാജ്യ സംഖ്യകളുടെ തുക 999 ആയാൽ ചെറിയ സംഖ്യ ഏത്? നോക്കൂ, ഇത് എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കുക? 999 2 അഭാജ്യ സംഖ്യകളുടെ തുക. നമുക്ക് അറിയാം, 2 അഭാജ്യ സംഖ്യകള്, അതായത് ഒരേ ഒരു ഇരട്ട സംഖ്യ മാത്രമേ ഉള്ളൂ അഭാജ്യ സംഖ്യയില്, അത് 2 ആണ് അല്ലെ. പക്ഷേ ബാക്കിയെല്ലാം ഒറ്റ സംഖ്യകളാണ്. ഒറ്റ സംഖ്യകൾ 2 എണ്ണം കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? ഇരട്ട സംഖ്യയാണ് കിട്ടുക അല്ലെ. ഇരട്ട സംഖ്യ കിട്ടുക. ഇവിടെ എന്താണ്? ഒറ്റ സംഖ്യയാണ് വരുന്നത് അല്ലെ. ഇവിടെ ഒറ്റ സംഖ്യ കിട്ടണം വെച്ചെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരെണ്ണം ഇരട്ട വേണം, പിന്നെ ഒരെണ്ണം ഒറ്റ സംഖ്യയായാലും മതി അല്ലെ. അപ്പൊ അങ്ങനെ ആവുമ്പോഴല്ലേ ഇവിടെ ഒറ്റ സംഖ്യ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് വരിക? 2 അഭാജ്യ സംഖ്യകളുടെ തുക 999 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സംഖ്യ അപ്പൊ ഏതാവണം? 2 ആവണം. മനസ്സിലായോ? കാരണം എന്താണ്? ഇവിടെ ഒറ്റ സംഖ്യ വരണച്ചെങ്കിൽ, ഇവിടെ ഒറ്റ സ്ഥാനത്ത് ഒറ്റ സംഖ്യ വരണച്ചെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഈവണും
ഒരു ഓടും വരണം. അതായത് ഒരു ഒറ്റ സംഖ്യയും ഒരു ഇരട്ട സംഖ്യയും വരണം, എങ്കിലേ ഇത് വരുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 ഒഴികെ മറ്റെല്ലാ അഭാജ്യങ്ങളും ഡാഷ് ആണ്, ഒറ്റ സംഖ്യകളാണ്. അത് ഞാൻ പറഞ്ഞു തന്നു അല്ലെ. ഇതൊക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറിലായി കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 1 മുതൽ 100 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട് അത് നിങ്ങൾ പഠിച്ചു വെക്കണേ. കാരണം നമുക്ക് ഇത് എഴുതിയിട്ട് കൗണ്ട് ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കുറേ സമയം പിടിക്കും നമുക്ക് ഓരോന്നും നോക്കാൻ. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം. 1 മുതൽ 100 വരെ 25 അഭാജ്യസംഖ്യകളാണ് ഉള്ളത്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക വേണം. അല്ലാണ്ട് ഇത് ഇങ്ങനെ എഴുതി നോക്കരുത്. കാരണം സമയം നിങ്ങളുടെ വിലപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3ന്റെ ഗുണിതമായ അഭാജ്യ സംഖ്യ ഏത്? 3ന്റെ ഗുണിതമായ അഭാജ്യ സംഖ്യ അല്ലെ. അപ്പൊ ഏതാണ് വരിക? 3 മാത്രമേ വരുള്ളൂ. ബാക്കി എന്താണ്? ബാക്കിയെല്ലാം ആവുമ്പോ എന്താണ്? 6, 9, 12 ഒക്കെ 3 പോവും അല്ലെ. അപ്പോ ആകെ ഒരെണ്ണേ ഉണ്ടാവും. 3ന്റെ ഗുണിതമായ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 3 മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5ന്റെ ഗുണിതമായ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് എന്താ? 5 മാത്രമേ ഉള്ളൂ. 10നും 20നും ഇടയിൽ എത്ര ഭാജ്യ സംഖ്യകൾ ഉണ്ട്? ഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാക്ടേഴ്സ് ആക്കാൻ പറ്റണം അല്ലെ. അപ്പൊ എല്ലാ ഇരട്ട സംഖ്യകളും വരുന്നു ഞാൻ പറഞ്ഞു. 12, പിന്നെ ഏതാണ്? 14, 16, 18, പിന്നെന്താ, അത്രയും വരും അല്ലെ. ഇനി അത് ബാക്കി ഏതാ വരിക നോക്കൂ. എത്ര ഭാജ്യ സംഖ്യകളുണ്ട്? പിന്നെ ഏതാ വരിക? 12 കഴിഞ്ഞാൽ 13 വരുമോ? ഇല്ല. പിന്നെ 14 കഴിഞ്ഞാൽ 15 വരുമോ? 15 വരും അല്ലെ. 15, കാരണം 3, 5, 15 എന്ന് എഴുതാൻ പറ്റുമോ? അപ്പൊ 15 ഉണ്ട്. 16 കഴിഞ്ഞാൽ 17 ഉണ്ടോ? ഇല്ല. 18 ഉണ്ടോ? 18 ഇവിടെ എഴുതിയിട്ടുണ്ട്. 19 അഭാജ്യാണ് അല്ലെ. അപ്പൊ പിന്നെ നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 12, 14, 15, 16, 18 ഇടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഇത് കൂട്ടാൻ പാടില്ല കേട്ടോ. 20 കൂട്ടാൻ പാടില്ലേ. 10ഉം 20ഉം കൂട്ടാൻ പാടില്ല. അപ്പൊ നമുക്ക് ആകെ എത്ര എണ്ണം ഉണ്ടാവും? 5 എന്നാണ്. ഇത് മിസ്റ്റേക്ക് ആണ്. 5 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാരണം ഈ 20 കൂട്ടാൻ പാടില്ല. ഇടയിൽ എന്ന് പറയുമ്പോൾ, ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതും കൂട്ടാൻ പാടില്ല. അതിന്റെ ഇടയിലുള്ളത് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഇവിടെ പക്ഷെ 20 എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 6 എണ്ണം എന്ന് എഴുതിയത്. പക്ഷെ ആൻസർ ശരിക്ക് 5 എണ്ണമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 9നും 100നും ഇടയിലുള്ള ഏക അഭാജ്യ സംഖ്യ ഏതാണ്? 9നല്ല, 90നും 100നും ഇടയിലുള്ള ഏക അഭാജ്യ സംഖ്യ. 90നും 100നും ഇടയിൽ എന്ന് പറഞ്ഞാൽ ആകെ 97 മാത്രമാണ് അഭാജ്യ സംഖ്യ. ബാക്കി എന്താ ഇല്ലാത്തതെന്നുള്ളത് എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 91 എന്ന് പറയുന്നത് 7 × 13 ആണ്. 93 എന്ന് പറയുന്നത് 3 × 31 ആണ്. 95 എന്ന് പറയുന്നത് 5 × 19 ആണ്. 99 എന്ന് പറയുന്നത് 9 × 11 ആണ്. അപ്പൊ ഏതാണ് ആകെ ഒരെണ്ണാണ് വരിക അഭാജ്യ സംഖ്യയായിട്ട്? 97 എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. n+1, n+3 ഒറ്റ സംഖ്യയായാൽ n+2, n+4 ഏതിന്റെ ഗുണിതം? ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ? n+1 × n+3 ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ആവണച്ചെങ്കിൽ എന്ത് വേണം? 2 ഘടകങ്ങളും ഒറ്റ സംഖ്യ ആവണം. എങ്കിലേ നമുക്ക് എന്താണ് ഇൻറ്റു വരുമ്പോ ഒറ്റ സംഖ്യയായിട്ട് വരുള്ളൂ. അപ്പൊ നമുക്ക് n ഒരു ഇരട്ട സംഖ്യയായിരിക്കണം അല്ലെ. ഇരട്ട സംഖ്യ ആവുമ്പോഴല്ലേ n+1 ഒറ്റ സംഖ്യയും n+3 ഒറ്റ സംഖ്യയായിട്ട് വരുള്ളൂ. അപ്പൊ നമുക്ക് n ഇരട്ട സംഖ്യ എന്ന് കിട്ടി അല്ലെ. n ഈവൺ ആണെന്ന് കിട്ടി. n ഈവൺ ആവണം. എങ്കിൽ മാത്രമേ ഇത് ഒറ്റ സംഖ്യയും ഇത് ഒറ്റ സംഖ്യയും ആവുള്ളൂ. എങ്കിൽ മാത്രമേ ഒറ്റ സംഖ്യ × ഒറ്റ സംഖ്യ എന്ന് പറയുന്നത്
ഏതായിട്ട് വരുള്ളൂ? ഒറ്റ സംഖ്യയായിട്ട് വരുള്ളൂ. അപ്പൊ ഇനി നമുക്ക് എന്ത് കിട്ടി? ഇപ്പോ n ഇരട്ട സംഖ്യയാണെന്ന് കിട്ടി. n നമുക്ക് 2m ആണെന്ന് വിചാരിക്കുക. n 2m ആണ് വെച്ചെങ്കിൽ അടുത്ത പദം എന്താണ് വരിക? അതായത് n+2 n+4 എന്നുള്ളത് എന്തായിട്ട് വരും? n+2 ഇൻറ്റു n+4. n 2m ആണെന്ന് നമ്മൾ വിചാരിച്ചു കേട്ടോ. ഇനി n+2 ഇൻറ്റു n+4 എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചെങ്കിൽ എന്താണ്? അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളാണ് അല്ലെ? 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം എങ്ങനെയാണ്? അതായത് n-ന് 2 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താണ്? 2 + 2 എന്താണ്? 4 വരും. ഇവിടെ എന്താണ്? 2 + 4 6 വരും. 4 × 6 24. ഇത് 8ന്റെ ഒരു ഗുണിതായിരിക്കും. n-ന് ഇനി 4 കൊടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ വരിക? അപ്പൊ പിന്നെ 8ന്റെ തന്നെയല്ലേ ഗുണിതം വരിക? അപ്പൊ നമുക്ക് എന്തായിട്ട് പറയാം? 8 എന്ന് പറയാം. ഏതിന്റെ ഗുണിതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 8ന്റെ ഗുണിതാണെന്ന്. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഓരോന്നും ചിന്തിച്ചു നോക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, 2 ഇരട്ട അഭാജ്യ സംഖ്യ ആണോ? 2 എന്നുള്ളത് ഇരട്ട അഭാജ്യ സംഖ്യയാണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ഈവൺ പ്രൈം നമ്പർ ആണ്, ഇരട്ട അഭാജ്യ സംഖ്യയാണ് കേട്ടോ. അതെ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1-നും 50-നും ഇടയിൽ അക്കങ്ങളുടെ തുക 10 ആയ അഭാജ്യ സംഖ്യകൾ ഏത്? 1-നും 50-നും ഇടയില് അല്ലെ? 1-നും 50-നും ഇടയിലെ അക്കങ്ങളുടെ തുക 10 അല്ലെ? അപ്പൊ ഏതൊക്കെയാണ് വരിക? അക്കങ്ങൾ എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ ആദ്യത്തെ സംഖ്യ 1 ആണ് വെച്ചെങ്കിൽ പിന്നത്തെ സംഖ്യ 9 ആയാലേ 1ഉം 9ഉം കൂടി 10 എന്ന് വരുള്ളൂ അല്ലെ? അപ്പൊ 19 ആണ് ആദ്യത്തെ സംഖ്യ. പിന്നത്തെ സംഖ്യ ഏത് വരും? അഭാജ്യ സംഖ്യ ആവണം അല്ലെ? 2ഉം 8ഉം കൂടിയ എന്താണ്? പക്ഷെ 10 ആണ്. പക്ഷെ എന്താണ്? ഇത് അഭാജ്യ സംഖ്യയല്ല. അപ്പൊ ഇത് കൂട്ടാൻ പാടില്ല. ഇനി 3ഉം 7ഉം ആവുമ്പോഴോ? 37 ഒരു അഭാജ്യ സംഖ്യയാണ്. 3ഉം 7ഉം കൂടിയ 10 ആയി. അപ്പൊ നമുക്ക് 19 എടുക്കാം, 37 എടുക്കാം. ഇനി എന്താണ്? 46 എടുക്കാൻ പറ്റുമോ? ഇല്ല, 46 ഒരു അഭാജ്യ സംഖ്യയല്ല. അപ്പൊ ഇതും എടുക്കാൻ പറ്റില്ല. ഇനി 5 5 55 ഒരു അഭാജ്യ സംഖ്യയാണോ? അല്ല. 5 11 5 ആണ് 55. അപ്പൊ നമുക്ക് ഇതും എടുക്കാൻ പറ്റില്ല. അപ്പൊ ആകെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണേ ഉള്ളൂ, 19ഉം 37ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 100-ൽ താഴെയുള്ള ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ. ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ നമ്മൾ നേരത്തെ കണ്ടു. 90-നും 100-നും ഇടയിലെ ഒരു അഭാജ്യ സംഖ്യയേ ഉള്ളൂ. ഏതാണ്? 97 എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 200-ന് തൊട്ടു മുമ്പുള്ള അഭാജ്യ സംഖ്യ ഏത്? 200-ന് തൊട്ടു മുമ്പുള്ള അഭാജ്യ സംഖ്യ 199 ആണ് കേട്ടോ. അത് പഠിച്ചു വെച്ചാൽ മതി. കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ നോക്കി ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കുക. 200-ന് താഴെയുള്ള അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണ്? 199 ആണ്. 100-ന് താഴെയുള്ള ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 97. ഇതെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. 0 അഭാജ്യമാണോ ഭാജ്യമാണോ? 0 അല്ല. 0-ന് നമുക്ക് അഭാജ്യമാണോ ഭാജ്യമാണോ എന്ന് പറയാൻ പറ്റില്ല. ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. 0ഉം 1ഉം ഒഴിവാക്കിയിട്ടാണ് ബാക്കി ഉള്ള സംഖ്യകൾക്കാണ് നമ്മൾ അഭാജ്യമാണോ ഭാജ്യമാണോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15-ന്റെ ഘടകങ്ങൾ എത്ര? 15-ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ 15-നെ ഏതുകൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു? 15-നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? പിന്നെ എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഈവൺ നമ്പർ അല്ല. അപ്പൊ നമുക്ക് 2 പറ്റില്ല. 3 പറ്റുമോ? 3 പറ്റും. 3 × 5 ആണ് 15. അപ്പൊ 5ഉം പറ്റും അല്ലെ? 3ഉം 5ഉം പറ്റും. ഇനി 4 പറ്റുമോ? ഇല്ല, 5 പറ്റും. പിന്നെ 3 5 കിട്ടിക്കഴിഞ്ഞാൽ 3 5 15 അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ
സെറ്റാണ് കിട്ടേണ്ടത്. അപ്പൊ 1 × 15 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് 1, 3, 5, 15 എത്ര എണ്ണമുണ്ട്? 4 എണ്ണാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കങ്ങളുടെ തുക 8, വ്യത്യാസം 0 ആയ രണ്ടക്ക സംഖ്യ. അക്കങ്ങളുടെ തുക 8 ആവണം, വ്യത്യാസം എന്താവണം? 0 ആവണം. അങ്ങനെയുള്ള രണ്ടക്ക സംഖ്യ. രണ്ടക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 10ന് ശേഷമുള്ളതേ വരുള്ളൂ. 10ന് ശേഷം വരണം, 99ന്റെ അതുവരെ വരാൻ പാടുള്ളൂ അല്ലെ. ഇനി എന്താണ്? അക്കങ്ങളുടെ തുക 8 ആവണം. തുക 8 ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ഉം 7ഉം പറ്റും, പിന്നെ എന്താണ് 2ഉം 6ഉം പറ്റും, പിന്നെ 3ഉം 5ഉം പറ്റും, 4ഉം 4ഉം പറ്റും, 5ഉം 3ഉം പറ്റും. അങ്ങനെ തന്നെ വ്യത്യാസം വരിക അല്ലെ. അപ്പൊ ഇനി വ്യത്യാസം 0 ആവണം. അപ്പൊ ഒരേ സംഖ്യകളല്ലേ വരേണ്ടത്. അപ്പൊ 44 ആണ് വരിക. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 അക്ക ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ 97. അഭാജ്യ സംഖ്യകളിൽ ഏറ്റവും വലുത് 100ന് താഴെയുള്ള അഭാജ്യ സംഖ്യകളിൽ ഏറ്റവും വലുത് 97 എന്ന് പറഞ്ഞു. 100ന് താഴെ എന്ന് പറഞ്ഞാൽ രണ്ടക്ക സംഖ്യകളല്ലേ. രണ്ടക്ക സംഖ്യകളിലെ ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാലും അപ്പൊ എന്ത് എഴുതാം? 97 എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 അക്ക ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. 3 അക്കത്തിലെ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 101 ആണ്. 100 കഴിഞ്ഞാൽ പിന്നെ 100 കഴിഞ്ഞ സംഖ്യകളിലെ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 101 ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 തുടർച്ചയായ അഭാജ്യങ്ങൾ ഏവ? ട്വിൻ പ്രൈംസ്. ട്വിൻ പ്രൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് തുടർച്ചയായി 2 എണ്ണം പ്രൈം ആവണം. അപ്പൊ 3ഉം 5ഉം പ്രൈമാണ് അല്ലെ. പിന്നെ ഏതെങ്കിലും വരുമോ നോക്കൂ. 5ഉം 7ഉം വരും അല്ലെ. 5ഉം 7ഉം. പിന്നെ എന്ത് വരും? 11ഉം 13ഉം. അതും ട്വിൻ പ്രൈം ആണ്. പിന്നെ എന്താണ്? 17ഉം 19ഉം. ഇത്രയും വരും അല്ലെ. അപ്പൊ നമുക്ക് ട്വിൻ പ്രൈംസ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ 3ഉം 5ഉം എന്നുള്ളതാണ് അതിൽ ആൻസർ ഉണ്ടായിരുന്നത്. പക്ഷെ ഇനി നമുക്ക് പറയാം 5ഉം 7ഉം എന്നുള്ളത് ഉണ്ട് വെച്ചെങ്കിൽ അത് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ 11, 13, 17, 19. അതായത് എന്താണ് വരേണ്ടത്? തുടർച്ചയായ അഭാജ്യ സംഖ്യകളാവണം. അതിന്റെ ഡിഫറൻസ് എന്താവണം? 2 ആവണം. എങ്കിലേ നമുക്ക് അത് ട്വിൻ പ്രൈം ആണെന്ന് പറയാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലം ഒറ്റയോ ഇരട്ടയോ? 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലം ഒറ്റയോ ഇരട്ടയോ? ഗുണനഫലത്തില് എന്താണ്? 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഉണ്ട് അല്ലെ. 2 കൊണ്ട് ഗുണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സംഖ്യയെയും 2 കൊണ്ട് ഗുണിച്ചാൽ ബാക്കി എന്തോ ഉണ്ടായിക്കോട്ടെ അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് വരും? ഇരട്ട സംഖ്യ വരും. അപ്പൊ ബാക്കി ഏത് സംഖ്യയാണ് വെച്ചെങ്കിലും ഒറ്റ സംഖ്യ ആയാലും ബാക്കി ഇരട്ട സംഖ്യയായാലും നമുക്ക് ഇൻറ്റു 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? ഇരട്ട സംഖ്യയാണ് വരിക. അപ്പൊ നമുക്ക് ഇരട്ട എന്ന് പറയാൻ സാധിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 9 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള വാക്യം എന്താണ്? n × n+1/2 ആണ്. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള വാക്യം n² ആണ്. ആദ്യത്തെ n സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n × n+1/2. ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n². ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ n × n+1. ഈ 3 നിങ്ങൾ ഓർമ്മ വെക്കണം. അപ്പൊ 1 മുതൽ 9 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n² ആണ്. n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരും? 1, 3, 5, 7, 9 അല്ലെ. അപ്പൊ എത്ര എണ്ണാണ് വരിക?
5 അല്ലെ? 5 സ്ക്വയർ അതാണ് 25. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒറ്റ സംഖ്യകൾ എഴുതുക, കൂട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 മുതൽ 9 വരെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ കൂടുതൽ പറയുമ്പോൾ 100 വരെ എന്നോ 200 വരെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് വേണം, നമ്മുടെ ഫോർമുല ഉപയോഗിക്കുന്നതാണ് ബുദ്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. അതും ഞാൻ പറഞ്ഞു n×n+1 ആണെന്ന്. n എന്ന് പറയുന്നത് എന്താണ്? 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകൾ എത്ര വരും? ഇതിന്റെ പകുതിയേ വരുള്ളൂ അല്ലെ? പകുതി ഓടും പകുതി ഈവണും ആവില്ലേ 1 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ? അപ്പൊ 5 എണ്ണേ ഉണ്ടാവുള്ളൂ. 5×6 ആണ് വരിക. അപ്പോ 30 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7ന്റെ ആദ്യ 5 ഗുണിതങ്ങളിൽ എത്ര അഭാജ്യങ്ങളുണ്ട്? 7ന്റെ ആദ്യ 5 ഗുണിതങ്ങളിൽ എത്ര അഭാജ്യങ്ങളുണ്ട്? ആദ്യം നമ്മൾ എഴുതി നോക്കുക. 7 7 14, 3 21, 4 28, 5 35 അല്ലെ? ഇനി ഇതിലെ അഭാജ്യ സംഖ്യകൾ ഏതാണ്? 7 അഭാജ്യമാണ് അല്ലെ? 14 പറ്റുമോ? ഇല്ല, 2 പോവും അല്ലെ? ഇവിടെ 21 പറ്റുമോ? ഇല്ല, 3 പോവും. 28 പറ്റുമോ? ഇല്ല, 2 പോവും. 35 പറ്റുമോ? ഇല്ല, 5 പോവും. അപ്പൊ നമുക്ക് ആകെ എന്താണ്? 7 മാത്രമാണ് കിട്ടുക. അപ്പൊ ഒരു അഭാജ്യ സംഖ്യയാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25ന്റെ ഘടകങ്ങൾ എത്ര? 25ന്റെ ഘടകം എന്ന് പറഞ്ഞാൽ 1 പോവും, പിന്നെ എന്താണ്? 2, 3, 4 ഒന്നും പോവില്ല അല്ലെ? അപ്പൊ 5 ആണ് പിന്നെ പോവാ. 5, 25. അപ്പൊ 1, 5, 5, 25 എന്ന് കിട്ടിയ കാരണം ഇനി 1ന്റെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ 25. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. എത്ര ഘടകങ്ങളാണ്? 3 ഘടകങ്ങൾ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 36ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര? ഇതില് ഇപ്പൊ 36 ഒക്കെയാണ് വെച്ചെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ വലിയ നമ്പർ ആണ് വെച്ചെങ്കിൽ നമുക്ക് ഒരു എളുപ്പ വഴി ചെയ്യാം. 36നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പൊ 2 18, ഇനി 2 9, 3 3. ഇങ്ങനെയല്ലേ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം? പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഫാക്ടറായി തിരിക്കാം. അപ്പൊ 2ന് 2/2 ആണ് ഇൻറ്റു 3/2. ഇങ്ങനെയല്ലേ നമുക്ക് ഘടകങ്ങളായിട്ട് കിട്ടുക 36 എന്ന് പറയുന്നതിന്റെ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ എക്സ്പോണന്റ് ഉണ്ടല്ലോ, ഈ എക്സ്പോണന്റ് +1, അതായത് 2 + 1 3. ഇവിടെയും എക്സ്പോണന്റ് +1, 2 + 3, 2 + 1. ഇവ തമ്മിൽ ഗുണിക്കുക, അതായത് 3×3. അതാണ് ആൻസർ ആയിട്ട് വരിക 9. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ട്രിക്കാണ്, അതായത് ഷോർട്ട് കട്ടാണ് 36ന്റെ ഘടകങ്ങളുടെ എണ്ണം. ഇനിയിപ്പോ വേറെ വലിയ നമ്പർ ആണ് വെച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് കുറേ സമയം പിടിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് നമുക്ക് വേഗത്തിൽ കിട്ടും അല്ലെ? 36ന്റെ ഘടകങ്ങളാക്കുക. പ്രൈം നമ്പർ ഫാക്ടറൈസേഷൻ, ഫാക്ടറൈസേഷൻ ആണ് ചെയ്യുന്നത്. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് നമ്മൾ 2/2 എന്നും 3/2 എന്നും എഴുതി. 2ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? 2 ആണ് അല്ലെ? ആ 2നോട് കൂടി 1 കൂട്ടി 3 ആയി. ഇവിടെയും 2 ആണ്. അപ്പൊ 2നോട് കൂടി 1 കൂട്ടി 3 ആയി. പിന്നെ ഇവ തമ്മിൽ ഗുണിക്കുക, 3×3 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് സംഖ്യയുടെ വർഗമാണ് 169? 169 നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? 13 13 ആണ് 169. ഇങ്ങനെ അറിയില്ല വെച്ചെങ്കിൽ നിങ്ങൾ നോക്കുക തന്നെ വേണം. 169നെ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കണം. അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ ഒരു 25 വരെ നമ്മൾ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ഏത് സ്ക്വയർ അയക്കണത് 25ന്റെ വരെ സ്ക്വയർ നമ്മൾ പഠിച്ചു വെക്കുക. അപ്പൊ ബാക്കി എളുപ്പമാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 144ന്റെ വർഗമൂലം ഭാജ്യമോ അഭാജ്യമാണോ? 144ന്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് അല്ലെ? 144, അതായത് 12 12 ആണ് 144. ഇങ്ങനെ അറിയില്ല എന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കണം. അപ്പൊ 12 എന്നുള്ളത് അഭാജ്യമാണോ? അല്ല, 12 എന്നുള്ളത് ഭാജ്യമാണ്. കാരണം എന്താണ്? 2 പോവും, 3 പോവും, 4 പോവും അല്ലെ? അപ്പൊ എന്താണ്? അഭാജ്യമല്ല അല്ലെ?
ഭാജ്യാണ്. ഇനി 144ന്റെ എങ്ങനെയാ സ്ക്വയർ റൂട്ട് കാണാം? 144നെ ഘടകങ്ങളായി തിരിക്കുക. 2 72, ഇനിയും 2 36, അല്ലെ? ഇനിയും 2 18, ഇനിയും 2 9, ഇനിയും 3 3, ഇപ്പൊ 3 1, അല്ലെ? ഇനി രണ്ടെണ്ണത്തിന്ന് ഒരെണ്ണം എടുക്കുക. അപ്പൊ ഒരു 2, ഈ രണ്ടെണ്ണത്തിന്ന് ഒരെണ്ണം എടുത്തു, ഒരു 2ഉം കൂടി, ഈ 3ന്ന് ഒരു 3 എടുത്തു. ഇനി ഇതിനെ തമ്മിൽ ഗുണിക്കുക. ഈ 2 4, 4 3 12. ഇതാണ് സ്ക്വയർ റൂട്ട് കാണാനുള്ള വഴി. അപ്പൊ ഘടകങ്ങളായി പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തതിന് ശേഷം രണ്ടെണ്ണത്തിന്ന് ഒരെണ്ണം എന്നുള്ള വിധത്തിൽ എടുത്തിട്ട് ഗുണിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 100 വരെ എത്ര സംഖ്യകൾക്ക് കൃത്യമായി 3 ഘടകങ്ങളുണ്ട്? 1 മുതൽ 100 വരെ എത്ര സംഖ്യകൾക്ക് കൃത്യമായി 3 ഘടകങ്ങളുണ്ട്? അതായത് 2 സ്ക്വയർ 4 ആണ്, അല്ലെ? 3 സ്ക്വയർ 9 ആണ്, 5 സ്ക്വയർ എത്രയാണ്? 25 ആണ്, 7 സ്ക്വയർ 49 ആണ്. അഭാജ്യത്തിന്റെ വർഗം മാത്രം നോക്കിയാൽ മതി. 1 മുതൽ 100 വരെ എത്ര സംഖ്യകൾക്ക് കൃത്യമായി 3 ഘടകങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? 4 എന്ന് വരും. സംഖ്യകളുടെ വർഗങ്ങൾക്ക് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാവുക. അതുകൊണ്ടാണ് 2 സ്ക്വയർ. ഇനിയിപ്പോ 7 കഴിഞ്ഞാൽ പിന്നെ അഭാജ്യം ഏതാണ്? 11 ആണ്. 11 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? 121 വരും. 100നേക്കാൾ വലുതാണ്. അപ്പൊ അത് കൂട്ടാൻ പറ്റില്ല. അപ്പൊ ബാക്കിയുള്ളതേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12ന്റെ എല്ലാ ഘടകങ്ങളുടെയും തുക. 12ന്റെ എല്ലാ ഘടകങ്ങളുടെയും തുക എന്താണ് വരിക? അതിനും നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. അത് ആദ്യം അതാ പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ 12ന്റെ എല്ലാ ഘടകങ്ങളും എന്ന് പറഞ്ഞാൽ 1 പൂവും 2 പൂവും 3 പൂവും 4 പൂവും. 3 4 12 എന്ന് കിട്ടിയില്ലേ? അപ്പൊ 2 × 6 ആണ്. പിന്നെ 1 × 12 ആണ്. അപ്പൊ നമുക്ക് ഇത് കിട്ടി. ഇനി ഇതെല്ലാം കൂടി കൂട്ടുക എന്നാണ് പറഞ്ഞിരിക്കണേ, അല്ലെ? 6 4 10 ആണ്, 12 3 15. അപ്പൊ 10 15 25 വന്നു. 25 3 28, അല്ലെ? 28 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഇനി അതിന്റെ